ജ്ഞാനപ്പാനയിലെ അടുത്ത വരികൾ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. സത്തുക്കൾ ചെന്നിരുന്നാലായർത്ഥത്തിൽ, സ്വൽപ്പം മാത്രം കൊട ചില ദുഷ്ടന്മാർ, ചത്തുപോം നേരം വസ്ത്രമതുപോലു ഒത്തിട കൊണ്ടുപോവാനൊരു തർക്കം. പശ്ചാത്താപമുള്ളോളമില്ലാതെ വിശ്വാസപാതകത്തെ കരുതുന്നു, വിത്തത്തിലാശ പറ്റുമഹേതുവായി സത്യത്തെ ത്യജിക്കുന്നു ചിലരഹോ. സത്യമെന്നതു ബ്രഹ്മതു തന്നെ, സത്യമെന്നു കരുതുന്നു സത്തുക്കൾ. സത്യമെന്നതു ബ്രഹ്മതു തന്നെ, സത്യമെന്നു കരുതുന്നു സത്തുക്കൾ. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയധികം സമ്പാദിച്ചു കൂട്ടിയാലും സജ്ജനങ്ങൾ അത്യാവശ്യത്തിനൊന്ന് ചോദിച്ചാൽ പോലും സ്വല്പമെങ്കിലും അതിൽ നിന്ന് കൊടുക്കാൻ ദുഷ്ടന്മാർ കൂട്ടാക്കുകയില്ല. എത്ര തന്നെ സമ്പന്നരായാലും മരിക്കുമ്പോൾ ഒരു ഉടുതുണി പോലും അവന് പരലോകത്തേക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല. ചിലർ ചെയ്തു പോയ തെറ്റിനെ പറ്റി ലവലേശം പോലും പശ്ചാത്താപം തോന്നാതെയാണ് അവർ വിശ്വാസവഞ്ചന ചെയ്യാൻ ഒരിക്കലും മടിക്കില്ല. അവർക്ക് ഈ ദുഷ്ടന്മാർക്ക് ഒരിക്കലും വിശ്വാസവഞ്ചന ചെയ്യാനായിട്ട് ഒരു മടിയുമില്ല. അവർ നമ്മളെന്തെങ്കിലും ചെന്ന് ചോദിച്ചാൽ അപ്പോൾ പറയേ ഞങ്ങളുടെ വീട്ടിലൊരു പൈസ പോലും ഇല്ല, ഇന്നലെ ചോദിച്ചെങ്കിൽ തന്നേനെ, ഇന്നായ കാരണം ഇല്ല, അങ്ങനെ പറയുന്ന കുറേ ആൾക്കാരില്ലേ. അവരെ പറ്റിയാണ് ഈ പറയുന്നത്. സത്യം എന്നത് ബ്രഹ്മം തന്നെയാണെന്നും ബ്രഹ്മം എന്നത് സത്യം തന്നെയാണെന്നും സജ്ജനങ്ങൾ വിശ്വസിക്കുന്നു. നല്ല ജനങ്ങൾ ബ്രഹ്മം തന്നെയാണ് സത്യം എന്ന് അവർ വിശ്വസിക്കുകയാണ്. അത്യാഗ്രഹി സത്യത്തിന് വലിയ വിലയൊന്നും കൊടുക്കില്ല. അസത്യമായ മാർഗത്തിൽ കൂടി അവർ കുറേ സമ്പാദിക്കും. അത് കഴിഞ്ഞിട്ട് സജ്ജനങ്ങളെ എന്താ പറയുക, എന്ത് ചോദിച്ചാലും കൊടുക്കാത്ത അവരെന്നെയാണ് ബ്രഹ്മം, ഞങ്ങൾ തന്നെയാണ് ബ്രഹ്മം, അല്ലാണ്ട് ബ്രഹ്മം വേറെ ഒന്നല്ല, സത്യമൊന്നല്ല എന്ന് പറഞ്ഞ് അവർ ദുഷ്ടന്മാരായി അവർ അങ്ങനെ ഒരു മനുഷ്യർക്കും സഹായിക്കില്ല. ലാസ്റ്റ് അവരിങ്ങനെ പൊഴുത്ത് മരിക്കണം. മരിക്കുമ്പോൾ അവർ വല്ലതും കൊണ്ടുപോണ്ടാ? ഇല്ല, ഒന്നും കൊണ്ടുപോകണില്ല. അതാണ് ഇതിൽ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. സത്തുക്കൾ ചെന്നിരുന്നാലായർത്ഥത്തിൽ, സ്വൽപ്പം മാത്രം കൊട ചില ദുഷ്ടന്മാർ, ചത്തുപോം നേരം വസ്ത്രമതുപോലും ഒത്തിട കൊണ്ടുപോവാനൊരുത്തർക്കും. പശ്ചാത്താപമുള്ളോളമില്ലാതെ വിശ്വാസപാതകത്തെ കരുതുന്നു, വിത്തത്തിലാശ പറ്റുക ഹേതുവായി സത്യത്തെ ത്യജിക്കുന്നു ചിലരഹോ. സത്യമെന്നതു ബ്രഹ്മമതു തന്നെ, സത്യമെന്നു കരുതുന്നു സത്തുക്കൾ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാണ്ട്, ഞങ്ങൾ 12,000 രൂപയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ നമ്മളെ വൃന്ദാവനം, താജ്മഹൽ, വൃന്ദാവനം, മധുര എന്നീ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ആഗ്ര ഫോർട്ട് 12,000 രൂപയ്ക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നത്, അതും ട്രെയിനിലാണ് പോകുന്നത്. സാധാരണ സീറ്റിലാണ് പോകുന്നത്, അല്ലാണ്ട് നമ്മൾ ഇതൊന്നല്ല, ഈ AC ഒന്നല്ല. AC എടുക്കണമെങ്കിൽ കൂടുതൽ കാശ് വേണം, ഒരു 8,000ഓളം കൂടും. അത് എടുത്തു കൊടുക്കാൻ തയ്യാറാണ്. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൂടെ പോരാം. എൻ്റെ പേര് അനിത ശങ്കരനാരായണൻ, ചേട്ടൻ ശങ്കരനാരായണൻ ചേർന്നിട്ടാണ് കൊണ്ടുപോകുന്നത്. എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കും. നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി അപ്പം തന്നെ എല്ലാ മറ്റുള്ളവർ പോണ പോലെ തന്നെ എല്ലാ നല്ല സൗകര്യത്തോടു കൂടി നമുക്ക് പോയി തിരിച്ചു വരാം. 7 ദിവസമാണ്
3 ദിവസം അവിടെ, പിന്നെ 2 ദിവസം യാത്ര ഇങ്ങോട്ട് യാത്ര, 2 ദിവസം തിരിച്ച് ഉള്ള യാത്ര. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുക കേട്ടോ. 88 48 19 12 63 93 87 10 86 99. ഈ നമ്പറിലേക്ക് വിളിക്കുക, വാട്സപ്പ് ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ തയ്യാറാണ്. എപ്പോൾ വേണമെങ്കിൽ പോകാതൊന്നും കുഴപ്പമില്ല. 12,000 രൂപയുള്ളൂ. മറ്റുള്ളവരൊക്കെ കുറേ കാശൊക്കെ മേടിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ പൈസ അധികം മേടിക്കാനല്ല, ഞങ്ങൾ എന്തായാലും പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം എന്നുള്ള ഒരു, പാവങ്ങൾക്കും പോകണ്ടേ. അപ്പം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആരൊക്കെങ്കിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വരിക. ഞാൻ സ്വാഗതം ചെയ്യുന്നു വൃന്ദാവനത്തിലേക്ക്. പ്രത്യേകം വൃന്ദാവനത്തിലേക്കാണ് നമ്മൾ പോണത്. വൃന്ദാവനം, മധുര, താജ്മഹൽ, അമാരി, ആഗ്ര ഫോർട്ട്, ഈ സ്ഥലങ്ങളിലേക്കാണ് പോണത് കേട്ടോ.